വലിയ വിലയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മനോഹരമായി ഡ്രസ്സ് ചെയ്ത് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആഡംബരങ്ങളോടുകൂടിയാണ് നാം പോകുന്നത്. സത്യത്തിൽ നമ്മുടെ ഹൃദയം ഒരുങ്ങിയിട്ടല്ല പോകുന്നത്. ക്രിസ്തു കുരിശിൽ വെറും നഗ്നനായിട്ടാണ് അവർ കൊന്നത്. ഒരു വട്ടത്തുണി മാത്രമായിരുന്നു അവിടുന്ന് ലോകം അവന് നൽകിയ വസ്ത്രാലങ്കാരം. എന്നാൽ നാം എല്ലാം വളരെ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഡംബര കാറുകളിൽ വലിയ ഒരുക്കങ്ങളോടുകൂടിയാണ് നാം ദേവാലയത്തിൽ കുർബാനയുടെ മുൻപിലെത്തുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയം അപ്പോഴും ലോക ആഡംബരങ്ങളിൽ തന്നെയാണ്. ലോകത്തിന്റെ മുഖത്ത് നോക്കുന്നതും നമ്മുടെ മുഖത്ത് നോക്കുന്നതും ഒരുപോലെ തന്നെയായിരിക്കും. എന്നാൽ നീ അർപ്പിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ബലിപീഠത്തിലെ ബലിയാണെന്നും അവിടുത്തെ ശരീരമാണ് നീ ഭക്ഷിക്കുന്നതെന്നും അവിടുത്തെ രക്തമാണ് നീ പാനം ചെയ്യുന്നു എന്നും നീ ഒരിക്കലെങ്കിലും ഓർത്തിട്ടാണ് ദേവാലയത്തിൽ പോകുന്നെങ്കിൽ നിന്റെ വസ്ത്രാലങ്കാരങ്ങൾക്ക് ഒരു വിലയുമില്ല, നിന്റെ ആഡംബര കാറുകൾക്കും ഒരു വിലയുമില്ല. ജീവന്റെ വചനമായ നാഥനെയാണ് അവർ നഗ്നരൂപത്തിൽ കുരിശിൽ തറച്ചുവെങ്കിൽ ആ ക്രൂശിതനായ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ പാനം ചെയ്യുവാനും ഭക്ഷിക്കുവാനുമാണ് നീ പോകുന്നെങ്കിൽ നീ നിന്നെ തന്നെ ശൂന്യനാക്കിയിട്ട് നിന്റെ ശത്രുവിനോടോ നിന്റെ സഹോദരനോടോ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പാപം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വസ്ത്രാഞ്ചലങ്ങൾ അഴിച്ചു മാറ്റി നേർത്രമായ വസ്ത്രങ്ങൾ ധരിച്ച് ഹൃദയം ശുദ്ധിയോടെ നീ ദേവാലയത്തിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന മാനസാന്തരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവസ്നേഹം. അല്ലാതെ ഹൃദയശുദ്ധിയില്ലാതെ നീ ദേവാലയ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലം നീ എന്തിന് അശുദ്ധമാക്കി എന്ന് യേശുനാഥൻ നമ്മോട് തന്നെ ചോദിക്കും. ആയതിനാൽ നാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന സമർപ്പിക്കാനും ആ ബലിപീഠത്തിൽ നിന്ന് പുരോഹിതൻ തരുന്ന ശരീരരക്തം ഭക്ഷിക്കാനുമാണ് പോകുന്നുവെങ്കിൽ വർഷങ്ങൾ നിന്റെ സഹോദരനോടോ സഹോദരിയോടോ കൊണ്ടു നടക്കുന്ന വെറുപ്പും വിദ്വേഷവും പകയും സ്വാർത്ഥതയും കൊണ്ട് നീ ബലിപീഠത്തിൽ പോയി ആ വിശുദ്ധ ദൈവത്തിന്റെ ഭക്ഷണ ശരീരങ്ങൾ കഴിച്ചാൽ നീ മാറാരോഗിയായി തീരും. നിന്റെ രോഗത്തിന്റെ മൂർച്ച ഒന്നിനു പുറകെ ഒന്നാകും. കാരണം അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്തു: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ പാപഹീനമായിട്ടാണ് എന്നെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളിൽ പലരും രോഗികളായി തീരും. നിങ്ങൾ ഹൃദയശുദ്ധിയോടെയാണ് എന്നെ സ്വീകരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. നമ്മിൽ വിശുദ്ധിയുണ്ടോ എന്ന് നാം പരിശോധിച്ചതിന് ശേഷം വിശുദ്ധ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ സ്വീകരിച്ചാൽ പോരാ. അവിടുത്തെ ശരീരവും രക്തവും കുർബാനയായി സ്വീകരിക്കുന്നതല്ല, സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും പാപം ചെയ്യാതെ സ്നേഹത്തിൽ ആ ദൈവപുത്രനെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്കോ എനിക്കോ കഴിയുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ
അശുദ്ധമാക്കരുത്. അത് വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധരുടെ ആത്മാവിനുള്ള ഭോജനമാണ് വിശുദ്ധ കുർബാന എന്ന് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ അവിടുന്ന് സമർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഈ ശരീരരക്തങ്ങൾ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. പുത്രനായ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ വിശുദ്ധരുടെ ഭോജനമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധിയില്ല, പ്രത്യുത അവൻ ജീവനിൽ പ്രവേശിച്ചു. Praise the Lord. Praise the Lord. Amen. Our Father who art in